ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണല്ലോ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണീശോ പിറന്നതിൻ്റെ പുണ്യസ്മരണം നമ്മൾ ആഘോഷിക്കുകയാണ്, ആചരിക്കുകയാണ്. എന്താണ് ക്രിസ്മസിൻ്റെ സന്ദേശം? ക്രിസ്മസിന് നിത്യനൂതനമായ ഒരു സന്ദേശമുണ്ട്. ക്രിസ്മസ് ഹാസ് എ പെരേനിയൽ മെസ്സേജ്. ആ സന്ദേശം ആദ്യത്തെ ക്രിസ്മസ് രാത്രിയിൽ മാലാഖ ആട്ടിടയരെ അറിയിച്ച സന്ദേശമാണ്. മാലാഖ വന്ന് പറഞ്ഞു, ഐ ഹാവ് എ ഗുഡ് ന്യൂസ് ഓഫ് ഗ്രേറ്റ് ജോയ് ഫോർ ഓൾ പീപ്പിൾ. ടുഡേ എ സേവിയർ ഈസ് ബോൺ ഫോർ യു ഇൻ ദ സിറ്റി ഓഫ് ഡേവിഡ്. അഖില ലോകത്തിന് സന്തോഷദായകമായ ഒരു സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഇത് സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. ഈ സന്തോഷത്തിന്റെ സദ്വാർത്ത അഖില ലോകത്തിനു വേണ്ടിയുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് സന്തോഷത്തിന്റെ സദ്വാർത്ത എന്ന് വിശേഷിപ്പിക്കുന്നത്? നമുക്കറിയാം, നൂറ്റാണ്ടുകളായിട്ട് യഹൂദ ജനം ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. സമയത്തിന്റെ പൂർത്തിയിൽ പിതാവായ ദൈവം തൻ്റെ ഏകജാതന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവം ഈശോയെ നമുക്ക് രക്ഷകനായിട്ട് നൽകി. ജീസസ് ഈസ് അവർ സേവിയർ. ഇൻ ജീസസ് വി ഹാവ് സൽവേഷൻ. ഇതാണ് രക്ഷയുടെ സദ്വാർത്ത. ഈ സദ്വാർത്ത അഖില ലോകത്തിനു വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ സദ്വാർത്ത മറ്റുള്ളവരെ അറിയിക്കുവാൻ കടപ്പെട്ടവരാണ്. നമുക്കറിയാം, നമ്മുടെ രൂപത അടുത്ത വർഷം, നെക്സ്റ്റ് ഇയർ 2024 ഈസ് ഡെഡിക്കേറ്റഡ് ആൻഡ് സെറ്റ് അപ്പാർട്ട് ആസ് ദ ഇയർ ഓഫ് കെരിഗ്മ, ഇയർ ഓഫ് എവാഞ്ചലൈസേഷൻ. സുവിശേഷവൽക്കരണത്തിൻ്റെ വർഷമായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയാണ് ഈ സുവിശേഷവൽക്കരണം നടത്താൻ സാധിക്കുക? 2 വിധത്തിൽ നമുക്ക് എവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണം നടത്താൻ സാധിക്കും. ഒന്നാമതായിട്ട് ഡയറക്റ്റ് എവാഞ്ചലൈസേഷൻ ബൈ പ്രൊക്ലെയിമിംഗ് ദാറ്റ് ജീസസ് ഈസ് സേവിയർ. രണ്ടാമതായിട്ട് ത്രൂ എ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് വിറ്റ്നസിങ്. ഈ 2 ഉദാഹരണങ്ങൾ നമുക്ക് ക്രിസ്മസ് ദിനത്തിൽ കാണാനായിട്ട് സാധിക്കും. മാലാഖ സ്വർഗത്തിൽ നിന്ന് വന്ന് ആട്ടിടയന്മാരോട് പറയുകയാണ്, സന്തോഷത്തിന് സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഈശോ രക്ഷകനാണെന്ന് മാലാഖ അവരെ പറഞ്ഞ് പഠിപ്പിച്ചു. ദാറ്റ് ഈസ് ഡയറക്റ്റ് എവാഞ്ചലൈസേഷൻ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത്, ദൈവം ആകാശത്തിൽ ഒരു നക്ഷത്രത്തെ ഉദിപ്പിച്ചു. അനന്തര സാധാരണമായ ഒരു നക്ഷത്രം. ആ നക്ഷത്രത്തെ കണ്ട് പെഞ്ചുന്ന പൂജരാജാക്കന്മാര് ഈശോയുടെ പക്കൽ കാലിത്തൊഴുത്തിൽ പുൽക്കൂട്ടിൽ എത്തിച്ചേരുകയാണ്. അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വെർ ഈസ് ചൈൽഡ് ബോൺ who is to become the king of Jews? We have seen his star in the sky. യഹൂദരുടെ രാജാവാകാനുള്ള ശിശു എവിടെയാണ് ജനിച്ചത്? അവന്റെ നക്ഷത്രം ഞങ്ങൾ കണ്ടു. ആ നക്ഷത്രത്തെ പിഞ്ചെന്ന് അവർ ഈശോയുടെ പക്കൽ ചെന്നു. അപ്പോൾ 2 വിധത്തിലുള്ള സുവിശേഷവൽക്കരണം, പ്രഘോഷണമാണ് നമ്മൾ കാണുന്നത്. ഒന്ന് മാലാഖയുടേത്. Can we also become an angel who proclaims Jesus directly to others? Can we take the role of an angel? Or can we take the role of the star that appeared in the sky that led the Magi to the manger? അതാണ് സുവിശേഷവൽക്കരണം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായുടെ ഒരു ചിന്ത കൂടി നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാർപ്പാപ്പ പറഞ്ഞു, ആദ്യത്തെ ക്രിസ്മസ് രാത്രിയിൽ ദൈവം ഒരു നക്ഷത്രത്തെ ഉദിപ്പിച്ചു. ആ നക്ഷത്രം പുൽക്കൂട്ടിൽ കാലിത്തൊഴുത്തിന് മുകളിൽ വന്നു നിന്നു. ആ നക്ഷത്രത്തിലൂടെ ദൈവം ലോകത്തോട് പറഞ്ഞത് എന്താണ്? ഇവിടെയാണ് രക്ഷകൻ പറഞ്ഞിരിക്കുന്നത് എന്ന്. നമ്മൾ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ നക്ഷത്രങ്ങൾ ഉണ്ടാക്കി തൂക്കിയിടാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നക്ഷത്രം ദൈവം ഉദിപ്പിക്കുന്ന നക്ഷത്രമായി തീരട്ടെ
എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിന് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ, നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ യഥാർത്ഥത്തിൽ ഈശോ വന്ന് പിറക്കുവാൻ ഇടയാകും. അപ്പോൾ ഈശോയുടെ സാന്നിധ്യത്തിലൂടെ നമ്മളെല്ലാവരും അനുഗ്രഹീതരായി തീരും. ഐ വിഷ് യു ഓൾ എ ബ്ലെസ്സഡ് ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ നവവത്സരത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.